അമ്മേ, ഒരു കുഞ്ഞിന്റെ കേസിൽ പെട്ട് കവിതയും സോളമനും പോലീസിന്റെ പിടിയിലായി. സ്റ്റേഷനിൽ നിന്നേ ഈ പാവ എന്റെ ഫോണിലേക്കാ വിളിച്ചേ. അതിന് ഇയാളെന്തിനാ ഇവരെ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തോണ്ട് വന്നത്? ഇവരുടെ മകന്റെ മുമ്പിലേക്ക് ഇവർക്ക് പോകാൻ പാടില്ലായിരുന്നോ? ലീലാമ്മ വന്നത് അവരുടെ മകന്റെ മുന്നിലേക്ക് തന്നെയാ. എന്റെ 3 മക്കളിൽ ഇളയവനായ അനന്തുവാ ലീലാമ്മയുടെ മകൻ. അഴകത്ത് മാധവന്റെയോ സുമംഗലാദേവിയുടെയോ മകനല്ല അനന്തു. ലീലാമ്മയ്ക്ക് നഷ്ടപ്പെട്ട ഇത്ര കാലവും ലീലാമ്മ തേടി നടന്ന മകൻ അനന്തുവാ. ഞാൻ 2 മക്കൾക്ക് ജന്മം കൊടുത്തിട്ടുള്ളൂ. അനന്തു അഴകത്ത് സുമംഗലാദേവിയുടെ മകനല്ല. ഇത്ര കാലവും ഞാൻ എൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടന്ന സത്യം ഞാൻ വെളിപ്പെടുത്തി കഴിഞ്ഞു. നീ എന്റെ വളർത്തുപുത്രൻ മാത്ര. എന്റെ സ്വന്തം മക്കളെക്കാൾ ഞാൻ ഏറെ സ്നേഹിച്ചതും ലാളിച്ചു വളർത്തിയതും നിന്നെ മാത്രം. ഇനി ഒരു രഹസ്യവും ഈ അഴകത്ത് സുമംഗലിയുടെ ഹൃദയത്തിലില്ല. തുടരും നിങ്ങൾ എന്നെ. എനിക്കിങ്ങനെ ഒരു അമ്മയില്ല. നിങ്ങൾ ആരാ? എന്റെ ജീവിതം തകർക്കാൻ വന്നവരാ നിങ്ങൾ. എനിക്ക് നിങ്ങൾ അറിയില്ല. ഇപ്പൊ തൃപ്തിയായില്ലേ? അഴകത്ത് സുമംഗലയുടെ മകനല്ല ഞാനെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ തിരിച്ചു കിട്ടാൻ പോണില്ല. ഞാൻ നിങ്ങളുടെ മകനല്ല. എനിക്കിങ്ങനെ ഒരു അമ്മയില്ല. ഇതിലും ഭേദം കൈക്കുഞ്ഞായി ഞാൻ ഈ കൈകളിലേക്ക് എത്തിയപ്പോ എന്നെങ്ങും കൊന്നുകളയായിരുന്നില്ലേ? അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ഉപേക്ഷിക്കായിരുന്നില്ലേ? ഈ വയറ്റി പറക്കാതെ പോയ ഭാഗ്യം കെട്ടവനാ ഞാൻ. എന്തിനമ്മ എന്നെ ഇപ്പൊ വലിച്ചെറിഞ്ഞു? എന്നെങ്ങനെ ഒറ്റപ്പെടുത്തിയത്? ഞാൻ വിശ്വസിച്ച രക്തബന്ധങ്ങളിൽ നിന്നും എന്നെ അകറ്റിയതെന്തിനാ? ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങൾ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തതിന്റെ അർത്ഥം ഇതായിരുന്നല്ലേ? എനിക്കിനി നഷ്ടപ്പെടാൻ നേടാനും ഒന്നുമില്ല. പക്ഷെ നഷ്ടപ്പെടാതായിട്ടും ഒന്നുണ്ട്. അമ്മ ഇത്രയും കാലം എനിക്ക് തന്ന സ്നേഹം, വാത്സല്യം.
ഒറ്റപ്പെട്ട് നിൽക്കുക ഞാൻ. ഇനി എനിക്ക് ആ ഓർമ്മകൾ മാത്രം മതി. അനന്തു, അനന്തു, പോരുത്. മോനെ പോവല്ലേ? പോരുത്. അനന്തു, മാറ്. മാറി നിൽക്കാൻ. മാറ്. പോലെടാ. പോരുത്. മാറി നിൽക്കാൻ. ഞാൻ പറയട്ടെ, ഞാൻ ഇവിടുത്തെ ആരുമല്ല. ഈ അവസ്ഥയിൽ നീ പോരുത്. മാറ്. പോലെടാ. മാറ്. മോനെ വേണ്ടടാ. അനന്തു, പറയുന്നത് കേൾക്കണം. അമ്മേ, 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 മോനെ അനന്തു. ഇനി എന്നെ അങ്ങനെ വിളിക്കരുത്. ഇതുകൊണ്ട് എന്താ നേടിയത്? എന്നെ സ്നേഹിച്ചിരുന്നില്ല അമ്മ അല്പം പോലും. ഈ നിമിഷം ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. അമ്മ എന്നോട് കാണിച്ച മുഴുവൻ ദയയും സഹതാപമായിരുന്നു. ഇനി എനിക്കതിൻ്റെ ആവശ്യമില്ല. ഇനി ഒരിക്കലും അമ്മ എന്നെ കാണില്ല. അമ്മ മാത്രമല്ല, അഴകത്താരും അനന്തുവിനെ ഇനി കാണില്ല. അന്തോട്ടാ, മോനെ പോവല്ലേടാ, പോവല്ലേ, പോവല്ലേ. ഞാൻ നിങ്ങളുടെ മോനല്ല. നിങ്ങൾ എനിക്കങ്ങനെ കാണാൻ പറ്റില്ല. എന്റെ മനസ്സിലൊന്നും അഴകത്ത് സുമംഗല എന്റെ അമ്മ. അനന്തു, അനന്തു, മോനെ വേണ്ടടാ. ഞാൻ ഇനി എന്താ സുമംഗലാമ്മ ചെയ്യേണ്ടത്? സുമംഗലാമ്മ എനിക്ക് തന്ന വാക്കു പാലിച്ചു. പക്ഷെ എന്റെ മകൻ, അവൻ ഈ അമ്മ വേണ്ട. ഞാൻ ഇങ്ങോട്ട് വരരുതായിരുന്നു അല്ലേ സുമംഗലാമ്മ? എനിക്കെന്ത് നേട്ടം ഉണ്ടായത്? 3-ാം വയസ്സിൽ എനിക്ക് നഷ്ടപ്പെട്ട എന്റെ മകനെ അഴകത്തമ്മ എനിക്ക് തിരിച്ചു തന്നു. പക്ഷെ അവൻ ഈ അമ്മ വേണ്ട. അവൻ പറഞ്ഞിട്ട് പോയത് കേട്ടില്ല. ഒരിക്കലും എന്നെ അമ്മയായിട്ട് കാണാൻ പറ്റില്ല എന്ന്. ഞാൻ എന്താ സുമംഗലമ്മ ചെയ്യേണ്ടത്? ഒത്തിരി അറിവുള്ള ആളല്ലേ, എനിക്കൊന്നും പറഞ്ഞതാ. ഞാൻ എന്താ ചെയ്യണ്ടേന്ന് എനിക്കൊന്ന് പറഞ്ഞതാ സുമംഗലാമ്മ. പറഞ്ഞതാ, പറഞ്ഞതാ സുമംഗലാമ്മ. സുമംഗലാമ്മ, അമ്മേ, സുമംഗലാമ്മ, അമ്മേ, സുമംഗലാമ്മ, അയ്യോ സുമംഗലാമ്മ, അയ്യോ അമ്മേ, 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 എണീക്കമ്മേ, അമ്മേ, 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 സുമംഗലാമ്മ, അമ്മേ, അമ്മേ, സുമംഗലാമ്മ, അമ്മേ, എണീക്കമ്മേ, അമ്മേ, എണീക്ക്, അമ്മേ, അമ്മേ. നിന്തിരുവടിയുടെ തത്വം നിന്തിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടും സന്തതമന്ധത്വം അന്തവുമാദിയുമില്ലാതൊരു പരബ്രഹ്മം അന്തരാത്മനി തെളിഞ്ഞു വസിക്കണം. അന്ധകാരങ്ങളകന്ന
അറിയിക്കണ്ടേ? എങ്ങനെ ഇപ്പോ? എടാ അനന്തു, എന്തെങ്കിലും നീ ഒന്ന് പറ. എനിക്കൊന്നും അറിയില്ല. അരവിന്ദൻ ഇതുവരെ എത്തിയില്ലേ? ഇല്ല. അവനിത് അറിഞ്ഞില്ലേ? അറിയിക്കാൻ പറ്റിയില്ല. അരവിന്ദേട്ടൻ സ്ഥലത്തില്ലാന്ന്. മൈഥിലിയുടെ വീട്ടിൽ അന്വേഷിച്ചപ്പോ ഒരാഴ്ച മുമ്പ് എടുത്തേയും കൂട്ടി US പോയി എന്നാ പറഞ്ഞ്. അവസാനമായിട്ട് ഏട്ടന് അമ്മയൊന്നും കാണാൻ പറ്റിയില്ല. അമ്മയുടെ നിഴല് പോലെ എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ആളാ. ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പോലും. അമ്മേ, ഞാനിവിടെ നിന്ന് പോവാ. ഈ കുടുംബം അമ്മ എന്നെയാണ് ഏൽപ്പിച്ചത്. പക്ഷെ വയ്യ അമ്മേ, അമ്മയില്ലാത്ത ഈ വീട്ടിൽ നിൽക്കാൻ ബാലാമണിക്ക് വയ്യ. ഇനി ഒരിക്കലും ഞാൻ അഴുകത്തേക്ക് തിരിച്ചു വരില്ല.
ത ത തെയ്യും താഹ തെയ്യും ത ത തെയ്യും താഹ തെയ്യും താഹ തെയ്യും ത ത തെയ്യും താഹ തെയ്യും ത ത തെയ്യും താഹ. അതൊന്നുകൂടി ചെയ്യൂ. തെയ്യും ത ത തെയ്യും താഹ തെയ്യും ത ത ഇരിക്കൂ. ത ഹ തെയ്യും ത ത തെയ്യും താഹ. അരമടലിരുന്ന് കളിക്കണമെന്ന് പറഞ്ഞ അരമടലിരുന്ന് കളിക്കണം. ഇരിക്കമ്മു കുഞ്ഞവ ഇരിക്കൂ. എങ്ങനെ കളിക്കൂ? തെയ്യും ത ത തെയ്യും. അങ്ങനെയാണോ ഞാൻ പറഞ്ഞു തന്നെ? കാല് നീട്ടി വെക്കൂ. ത ത തെയ്യും താഹ. കൈ പിടിക്കൂ. തെയ്യും. മാധവ എന്താ അവിടെ? ഒന്നുമില്ലമ്മേ. നീ എന്താ അവിടെ ചെയ്യണേ? ഞാൻ പഠിക്കാ. അതെയോ? നിങ്ങൾ കളിച്ചോ. ഒന്നിങ്ങോട്ട് വരുവോ? അമ്മ ഒന്ന് കാണട്ടെ എന്റെ കുട്ടിയെ. തെയ്യും. ഇപ്പൊ തന്നെ വരണോ? വേഗം വാ. ദാ വരണോ? വരൂ. തെയ്യും. ഇരുന്ന് കളിക്കൂ. ഇരിക്കൂ. കൈയുടെ മേലെ നോക്കൂ. തെയ്യും, ത, ത, തെയ്യും. എന്റെ ഈശ്വര, എന്താ ഞാനീ കാണണേ? എന്താ കണ്ണ ഇത്? നീ എന്തിനാ ഈ പുളി എടുത്തത്? അല്ലമ്മേ, ഇതെന്താ പുളിയാ? പിന്നല്ലാതെ നീ എന്താ കരുതിയത്? ശർക്കരയാന്ന്. നീ എങ്ങനെയാ ഈ കോലത്തിലായെന്ന് അമ്മയ്ക്ക് ഇപ്പം മനസ്സിലായി. എടാ കള്ളോ, നിനക്ക് എന്തേലും വേണമെങ്കിൽ എന്നോട് ചോദിച്ചാ പോരെ? എന്തിനാ കട്ടെടുക്കുന്നേ? അത് ചീത്ത കുട്ടികളുടെ ലക്ഷണമല്ലേ? ദേ, ഇനി ഇങ്ങനെ ചെയ്താൽ നിന്നെ പോലീസ് ഒന്ന് പിടിച്ചോണ്ട് പോകും, പറഞ്ഞേക്കാം. എന്നിട്ട് വെണ്ണകെട്ട കൃഷ്ണനെ പോലീസ് പിടിച്ചില്ലല്ലോ. അത് ന്യായമായ സംശയം തന്നെയാ. എടാ, നീ ആ കള്ള കൃഷ്ണൻ തന്നെയാ. അല്ലമ്മേ, ഞാൻ അമ്മയുടെ മാധവനല്ലേ? വേണ്ട വേണ്ട, എന്റെ സാരി എടുക്കാം. ഞാൻ കുളിച്ചിട്ട് നിക്ക. ഇപ്പൊ അടി വാങ്ങും. ഞാൻ കെട്ടിപ്പിടിക്കും. അത്രയ്ക്കായോ നീ? അടി വാങ്ങും നീ. അയ്യോ, പിടിക്കരുത്. അയ്യോ, എന്താ പറ്റിയ? കണ്ണോ, കാട്ടി കിട്ടും. ഇനി വെയിലത്തൊന്നും ഓടി കളിക്കരുത്. മതി അമ്മേ, എന്തൊരു തണുപ്പ്. കുറച്ചുകൂടി വെള്ളം ഒഴിക്കട്ടെ. അവിടെ നിൽക്കും. വേണ്ട അമ്മേ, മതി. ശരി ശരി, തീർന്നു. സ്വാമി പ്രാർത്ഥിക്കൂ. സ്വാമി പ്രാർത്ഥിക്കൂ. അവിടെ നോക്കി പ്രാർത്ഥിക്കൂ. ബാലാമണി, ഞാൻ ദാ ഇവിടെ ഉണ്ട്. ഇവിടെ നിൽക്കായിരുന്നോ? എന്താ ചേച്ചി, നിന്റെ കറണ്ട് ബില്ല് അടയ്ക്കണ്ടേ? അയ്യോ, ഞാൻ മറന്നുപോയി. ഇന്നാട്ടോ ലാസ്റ്റ് ഡേറ്റ്. എന്നാ വേഗം പോയി എടുത്തിട്ട് വാ. ചേച്ചി, ഇവന് തലൊന്ന് തോർത്തി കൊടുക്കും. ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം. ശരിക്കും തോർത്തണേ, ഇല്ല പനി പിടിക്കും. ഇന്ന് കുരുത്തക്കേടൊന്നും കാണിച്ചില്ലേ? ഇല്ല. നിങ്ങൾ അതിന്റെ എണ്ണ കത്തിച്ച് കളയത് ഒന്ന് ഓഫ് ചെയ്യും മനുഷ്യ. അല്ല, ദിനേശ് ചേട്ടൻ എങ്ങോട്ടാ വരുന്നേ? ബില്ലുമായിട്ട് ഞാൻ ഇങ്ങോട്ട് വരും. മതി, എന്നാ പിന്നെ അങ്ങനെ തന്നെ മതി. ചെല്ലേ.